മനസ്സിലാക്കേണ്ടത് ഈ പ്രീ മൺസൂൺ ടൈമിൽ നമുക്കുണ്ടാകുന്നത് ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ആണ്. അതായത് ഒരു 14 കിലോമീറ്റർ വരെ ഉയരത്തിൽ പോകുന്ന ക്ലൗഡ്സ് ആണ് പൊതുവെ വേനൽക്കാലത്ത് നമുക്ക് ലഭിക്കുന്നത്. അതിൽ നിന്നാണ് ഇടിമിന്നൽ മേഘങ്ങളും മറ്റും ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ മേഘരൂപീകരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മഴയൊക്കെ ശമിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇന്ന് സംഭവിച്ചത് ഈ ഇടിമിന്നൽ മേഘങ്ങൾ അല്ലെങ്കിൽ ക്യുമുലോനിംബസ് ക്ലൗഡ്, ക്യൂമ്പാര മേഘങ്ങൾ ഓൾറെഡി തന്നെ നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അറബിക്കടലിൽ വ്യാപകമായിട്ടുള്ള ഒരു മൺസൂൺ സമയത്തെ കാണിക്കുന്ന പോലുള്ള വ്യാപകമായിട്ടുള്ള മേഘരൂപീകരണം അറബിക്കടലിന്റെ തെക്കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിന് ഒടിയിലുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തമിഴ്നാടിനോട് ചുറ്റപ്പെട്ട ഒരു ന്യൂനമർദ്ദ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെമൽ ചുഴലിക്കാറ്റിന്റെ റെമനൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും നമ്മുടെ ഒരുപക്ഷെ മൺസൂൺ എത്തിയില്ലെങ്കിൽ പോലും മൺസൂണിന് സമാനമാകുന്ന രീതിയിൽ അതായത് പടിഞ്ഞാറൻ കാറ്റിനെ ഒന്ന് പിടിച്ചു വലിച്ച് ഒന്ന് പുള്ളി ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ അറബിക്കടലിലുണ്ടായ മേഘങ്ങളും നീരാവിയും മറ്റും വലിച്ചെടുക്കപ്പെടുകയും അത് കരയിലേക്ക് വരികയും ചെയ്തു. അപ്പൊ അതിന്റെ പാർട്ടായിട്ടാണ് ഓൾറെഡി തന്നെ നിലനിന്നിരുന്ന ഈ ക്യുമുലോനിംബസ് ക്ലൗഡിനെ ഈ മോയ്സ്ചർ, അതായത് നീരാവി ഫീഡ് ചെയ്താണ് അത് സാധാരണ 15 മിനിറ്റ് കൊണ്ട് നിൽക്കേണ്ട മഴ ഒരു മണിക്കൂറോളം നീണ്ടു നിന്നത്. അപ്പോൾ ഇത്തരം മേഘരൂപീകരണം കൂടുതൽ സമയത്തേക്ക് മാറുന്നത് കൊണ്ടാണ് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്തരം മേഘങ്ങളിൽ നിന്ന് ഒരു പക്ഷേ ഒരു 5 സെന്റിമീറ്റർ മഴ കിട്ടുന്ന സ്ഥലത്ത് ഇതിന്റെ ഡ്യൂറേഷൻ കുറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയത് കൊണ്ടാണ് 1 മണിക്കൂർ കൊണ്ട് 10 സെന്റിമീറ്ററിനടുത്ത് മഴ കിട്ടിയത്. പ്രത്യേകിച്ചും ഇത്തരം മഴയെ പറ്റി പലപ്പോഴും ഇത് കേരളത്തിൽ പല സ്ഥലത്തും ഒരു പക്ഷേ അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴമാവലികളുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവാണ്. കാരണം ഒരു ജില്ല എടുത്തു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ 5 മഴമാവലികൾ ഉണ്ടെങ്കിൽ ഈ മഴമാവലികളിൽ തന്നെ വന്ന് ഈ മേഘവിസ്ഫോടനം നടക്കണമെന്നില്ല. അപ്പൊ പൊതുവെ ഇത് പലപ്പോഴും നമുക്ക് മിസ്സായിട്ടുണ്ടാകാം. പക്ഷെ അത് പഠിക്കാൻ വേണ്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് വിജയകുമാറും ഒക്കെ ആ റിസർച്ചിന്റെ പാർട്ടായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇതിന് ചുറ്റുമായിട്ടൊരു 4-5 വെതർ സ്റ്റേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുകയും ആദ്യമായിട്ട് എനിക്ക് ഒരു പക്ഷേ കേരളത്തിൽ ഡേറ്റ വഴി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു മേഘവിസ്ഫോടനത്തിന്റെ തോതിലുള്ള മഴ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള AWS സ്റ്റേഷനിലെ റെയിൻ ഗേജ് കിട്ടി എന്നുള്ളതാണ്. അതായത് ഒരു 9 മണി മുതൽ 10 മണി വരെ ലഭിച്ചത് 103 മില്ലിമീറ്റർ മഴയാണ്. അത് 10 സെന്റിമീറ്ററിന് മുകളിലാണ്. അപ്പം ഇതിന് തൊട്ടടുത്ത് IMD-യുടെ തന്നെ ഒരു AWS സ്റ്റേഷൻ ഉണ്ട്. അവിടെ കിട്ടിയത് 94.5 മില്ലിമീറ്റർ മഴയാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃക്കാക്കര കളമശ്ശേരി ഏരിയ ഇത് ഞങ്ങളുടെ ക്യാമ്പസ് നിലനിൽക്കുന്ന ഏരിയയാണ്. 2018-നും 19-നും 20-നും ഒന്നും ഒരു തരത്തിലും വെള്ളം കയറാത്ത പ്രദേശങ്ങളിൽ ഈ കളമശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തൃക്കാക്കരയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിൽ 1 മണിക്കൂർ കൊണ്ട് 1.5 മീറ്ററോളം വെള്ളം ഉയർന്നു എന്നുള്ളതാണ്. അപ്പം അത് എല്ലാം സൂചിപ്പിക്കുന്നത് ഇത്തരം ഒരു മേഘവിസ്ഫോടനത്തിന്റെ ഒരു പാറ്റേണാണ്.